പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ സമാധാനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുമൊത്ത് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രഭാഷണത്തിൻ്റെ വിഷയത്തിന് ഒരു തലക്കെട്ട് ഇങ്ങനെ കൊടുക്കുന്നു: നമസ്കാരവും സമാധാനവും. അത് ഇംഗ്ലീഷിലാവുമ്പോൾ പ്രയർ ആൻഡ് പീസ്. പ്രയർ ആൻഡ് പീസ്, നമസ്കാരവും സമാധാനവും. നമസ്കാരം എന്ന് മനഃപൂർവ്വമായി പ്രാർത്ഥന എന്നതിന് പകരം ഞാനൊരു തത്സമം കൊടുത്തിരിക്കുന്നതാണ്. അതിന് പ്രത്യേകമായ ഒരർത്ഥമുണ്ട്, അത് നമുക്ക് ചിന്തിക്കാം. പീസ്, പ്രയർ ആൻഡ് പീസ്. ഈ അടുത്ത സമയത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പഠിക്കുന്ന പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി, ഒരു സ്നേഹിതൻ, ഒരു കുഞ്ഞു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട്, ഞാൻ CAക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് ഫൈനൽ പരീക്ഷയ്ക്ക് വേണ്ടി പോവുകയാണ്, തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ല ടെൻഷനുണ്ട് എന്ന് പറയുകയുണ്ടായി. ആ കുട്ടി എൻ്റെ ഒരു ഉറ്റ സ്നേഹിതനാണെന്ന് പറയാം. പല സന്ദർഭങ്ങളിലും ആ കുട്ടി എന്നെ വിളിക്കും. എന്നെ വിളിച്ചിട്ട് പറയും, എനിക്ക് ടെൻഷനുണ്ട്, തിരുമേനി പ്രാർത്ഥിക്കണം. ഞാൻ ഒരവസരത്തിൽ ആ മകനോട് പറഞ്ഞു, മോനെ, നിൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് ടെൻഷൻ എന്ന വാക്ക് നീ എടുത്തു കളയണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അവൻ നന്നായിട്ട് പഠിക്കും, അധ്വാനിച്ച് പഠിക്കും, വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കും, നല്ല സമർത്ഥനും അധ്വാനിച്ച് പഠിക്കുന്നതുമായ ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷേ ടെൻഷൻ എന്ന വാക്ക് കൂടെ കൂടെ ഉപയോഗിക്കും. ഞാൻ ആ സമയങ്ങളിലെല്ലാം ടെൻഷൻ എന്ന വാക്ക് മാറ്റിക്കളയണം. മിക്കവാറും ഏറിയ സന്ദർഭങ്ങളിലും അതിനുവേണ്ടി ആ മകൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് ഞാൻ കാണാറുണ്ട്. എന്നാലും ഈ അടുത്ത സമയത്ത് വിളിച്ചപ്പോൾ വീണ്ടും ടെൻഷൻ എന്ന വാക്ക് വന്നു. ഉടനെ ഞാൻ അവനെ ഓർമ്മപ്പെടുത്തി, എന്തിൻ്റെ ടെൻഷൻ? തമ്പുരാനെല്ലാം നടത്തില്ലേ കുഞ്ഞെ, പ്രാർത്ഥിക്കണം, നമസ്കരിക്കണം എന്നൊക്കെ ഞാൻ വീണ്ടും ആവർത്തിച്ച് ഉപദേശിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ചിന്താ വിഷയത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് പ്രയർ ആൻഡ് പീസ്. അതിന് മലയാളത്തിൽ ഞാൻ നമസ്കാരം സമാധാനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്ത ദിവസം വൈകുന്നേരം ശിഷ്യർക്ക് എന്ന് പറയുന്നതാവും, പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ആയിട്ട് ശിഷ്യരും ഒപ്പമുണ്ടായിരുന്നു. അവരൊരു ഭവനത്തിൽ, ഒരു മുറിക്കുള്ളിൽ ഒന്നിച്ചുകൂടി ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. 8 നാൾ കഴിഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം കർത്താവ് ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നതായി കാണാം. ആ 2 പ്രാവശ്യം 3 തവണ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നുണ്ട്. അവർക്ക് നല്ല മനസ്സിന് നല്ല സംഘർഷമായിരുന്നു, നല്ല സമ്മർദ്ദത്തിലായിരുന്നു, നല്ല വിഷമത്തിലായിരുന്നു, ആകുലതയിലായിരുന്നു. കാരണം അവരുടെ എല്ലാമായിരുന്ന നാഥൻ അവരിൽ നിന്ന് വേർപെട്ടു പോയി, ക്രൂശീകരിക്കപ്പെട്ട് കബറടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ യാഥാർത്ഥ്യത്തോട് വേണ്ടവണ്ണം അവരങ്ങനെ അങ്ങ് സമാധാനം അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ മനസ്സ് വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. ആ സമയത്താണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. തീർച്ചയായും ക്രിസ്തുവിനെ കണ്ട അവസരത്തിൽ അവരുടെ ശിരസ്സുകൾ നമിച്ച് ആ സമാധാന വാക്കുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവർ തലകുനിച്ച് നിൽക്കുമ്പോൾ കർത്താവ് അവരുടെ മേൽ ഊതി എന്നും കൂടെ
ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവസരം നമസ്കാരം എന്ന വാക്ക് പ്രെയർ എന്നതിന് പകരം മലയാളത്തിൽ പ്രാർത്ഥന എന്നുള്ളതിന് പകരം നമസ്കാരം എന്ന വാക്ക് ഉപയോഗിച്ചത് പ്രത്യേകമായ ഒരു കാര്യം അടിവരയിടാനാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്തേ എന്ന് പറയുന്നു. ഈശ്വര പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കൈകൂപ്പുന്നു. വിശുദ്ധ കുർബാനയിൽ പല സന്ദർഭങ്ങളിൽ നിങ്ങളുടെ തലകളെ വണക്കണം എന്നാവശ്യപ്പെടുമ്പോൾ തലകൾ വണക്കി നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വണക്കം എന്നുള്ളത് നമസ്തേ, നമസ്കാരം എന്നുള്ളതിൻ്റെ വേറൊരു ഒരു 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 തമിഴിലെ ഒരു വാക്കാണ് വണക്കം. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ വണക്കം എന്ന് പറയും. മലയാളത്തിലാണെങ്കിൽ നമസ്തേ എന്ന് പറയും. നമിക്കുക, നിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്നാണ്. അത് ദൈവത്തോടും പറയും, നിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു. മുട്ടുമടക്കി കവിണ്ണു വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമസ്കാരം. നമസ്കരിക്കുമ്പോൾ മുട്ടുമടക്കി നമ്മൾ ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ്. അതിനോട് ചേർത്ത് നമസ്കാരവും സമാധാനവും എന്നൊരു ചേരുവ ഉണ്ടായല്ലോ. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ അർത്ഥം നമ്മൾ തലകൾ വണക്കുമ്പോൾ നമ്മളുടെ ശിരസിൻ്റെ ഫ്രണ്ടൽ ലോബിലേക്ക്, തലച്ചോറിൻ്റെ മുൻഭാഗത്തേക്ക് രക്തചംക്രമണം കൂടുകയും ഈ മുൻഭാഗം കൂടുതൽ ആക്ടിവേറ്റഡ് ആവുകയും പ്രവർത്തനക്ഷമമാവുകയും ചെയ്യും. അങ്ങനെ വരുന്നതിൻ്റെ ഫലമായി ഈ ഫ്രണ്ടൽ ലോബ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ അവിടേക്ക് ആ സന്ദർഭം നമ്മളുടെ മനസ്സ് സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും അങ്ങനെ പോകുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ ചില സന്ദർഭങ്ങളിൽ സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ കൈകൂപ്പുന്നതായി കാണുന്നില്ല. ശീലം പോയി എന്ന് തോന്നുന്നു. കൈകൂപ്പി തലകൾ വണക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കേണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകരുമ്പോൾ, സമാധാനം കൊടുക്കുമ്പോൾ നമ്മൾ പരസ്പരം വണങ്ങിക്കൊണ്ടാണ്. ഒരാളെ കാണുമ്പോൾ വണങ്ങിക്കൊണ്ടാണ്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴും നമ്മൾ തലകൾ കുനിച്ച് വീണ്ടും നിവർന്ന് വീണ്ടും കുനിച്ച് അങ്ങനെ ദൈവത്തോടുള്ള ആദരവും ഭക്തിയും പ്രകാശിപ്പിക്കുന്നു. ഇത് വളരെ പ്രധാനമാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ അതൊരു ആധ്യാത്മികമായ തലവും കൂടെ ഉണ്ട് എന്ന് സാരം. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. The frontal lobe of the brain becomes activated and thereby you will be entering into a peace of mind you will obtain. ഇത് വളരെ പ്രധാനമാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും ടെൻഷൻ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യുവാനുള്ളത് ദൈവസന്നിധിയിലേക്ക് പോവുക, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കുമ്പിട്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കുക, ശാന്തമായി ദൈവവചനം വായിക്കുക. അതെല്ലാം നമ്മളെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും കുഞ്ഞുങ്ങളെ നയിക്കും. Prayer and peace. If you enter into deeper prayer, then that will lead to peace of mind. നിങ്ങൾ ആഴമായി ദൈവസന്നിധിയിൽ തലകൾ വണക്കി ദണ്ഡ നമസ്കാരം ചെയ്ത് കുമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശാരീരികമായി തന്നെ നിങ്ങളുടെ ടെൻഷൻ ഒഴിവാക്കപ്പെട്ട് ശാന്തിയിലേക്ക് നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളെ തയ്യാറാക്കും. ഇത് കുഞ്ഞുങ്ങളെ ഇതിനൊരു ശാസ്ത്രീയമായ പ്രാർത്ഥനയ്ക്ക്, നമസ്കാരത്തിന് ശാസ്ത്രീയമായ ഒരു ശാരീരിക ശാസ്ത്രത്തിൻ്റെ ഒരു തലമുണ്ട് എന്ന് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടാണ്.
നമസ്കാരവും സമാധാനവും. കുഞ്ഞുങ്ങളെ അത് നമുക്ക് പ്രത്യേകം പരിശീലിക്കണം. ടെൻഷൻ, സമ്മർദ്ദം ഉണ്ടാകുന്ന അവസരത്തിൽ അതിനൊരു അയവ് വരാൻ സമാധാനത്തിലും ശാന്തിയിലേക്കും മനസ്സ് സ്വാഭാവികമായി പോകാൻ പ്രാർത്ഥന, നമസ്കാരത്തോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ സഹായിക്കും. ദൈവം തമ്പുരാൻ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.